ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും പറയുന്ന പോലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മക്കൾക്കൊക്കെ വെള്ളം കൊണ്ടുപോകാനായിട്ട് പുതുതായിട്ടൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ലിഡൊക്കെ ഒന്ന് ലൂസായിട്ട് വെള്ളമൊക്കെ ലീക്കായിട്ട് പോവാറുണ്ട്. അങ്ങനെ ലിഡൊക്കെ ലൂസായി പോയിട്ടുള്ള വാട്ടർ ബോട്ടിലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 റബ്ബർ ബാൻഡാണ്. ആദ്യം ഞാനൊരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പിടി വരുന്നൊരു ഭാഗത്തുണ്ടല്ലോ, അവിടെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ലിഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കുക. നല്ലപോലെ ടൈറ്റ് അല്ല എങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ആ ഒരു വശത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഞാൻ 2 റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ലിഡ് നല്ലപോലെ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ഞാനൊരു ടീ ബാഗാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടിപ്പും റബ്ബർ ബാൻഡ് വെച്ചിട്ട് തന്നെയാണ്. ആദ്യം നമുക്ക് ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാൻ ആ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് ടീ ബാഗ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഈ ടീ ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് ചാടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ റെമഡിയാണ് ആ ഒരു ടീ ബാഗിൻ്റെ നൂല് കൂട്ടിയിട്ട് ഗ്ലാസിൻ്റെ പുറമേട്ട് ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ടീ ബാഗ് ആ ഒരു ഇതിലേക്ക് ചാടിപ്പോയില്ല, മുഴുവനായിട്ട് ചാടി പോവുകയില്ല. സേഫായിട്ട് നമുക്ക് ടീ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടീ ബാഗ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. നമ്മൾ സാധാരണ മിക്സി ജാറിലൊക്കെ മസാലകളൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ജാറിന് മസാലയുടെ സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും അടിച്ചെടുക്കുന്ന സമയത്ത് അതിന് മസാലയുടെ സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള മസാലകൾ പൊടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ മിക്സി ജാറിലേക്ക് ഞാനൊരു നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്രഷ് നാരങ്ങ വേണമെന്നൊന്നുമില്ല, വാടിപ്പോയ നാരങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതല്ല നാരങ്ങയുടെ തൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതായാലും മതി. അപ്പോൾ ഞാനിതാ ഒരു നാരങ്ങ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡിഷ് വാഷും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. മാത്രമല്ല നമ്മൾ എന്ത് മസാല പൊടിച്ചെടുത്താലും ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കരി പിടിച്ചിട്ടുള്ള പാത്രമായാലും സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതാ നമ്മുടെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാവുന്നത് നോൺ വെജൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിച്ചണിലും അതുപോലെ പാത്രത്തിനൊക്കെ എത്ര നമ്മൾ നീറ്റായിട്ട് കഴുകി കഴിഞ്ഞാൽ ആ ഒരു നോൺ വെജിൻ്റെ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അതുപോലെയാണ് നമ്മുടെ കിച്ചണിലും മത്തിയൊക്കെ, പ്രത്യേകിച്ച് മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ കിച്ചൺ തന്നെ ഒരു മത്തിയുടെ സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തതിന് ശേഷം മിക്സി ജാറിലുണ്ടായ മാറ്റം നോക്കി നല്ലപോലെ ഗ്ലേസിങ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലേഡിൽ ഉണ്ടാവുന്ന കറയും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിൽ അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കറയും പോയി കിട്ടും. മാത്രമല്ല നമ്മുടെ കിച്ചണിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകും കേട്ടോ. ഇനി നമ്മൾ സാധാരണ മിക്സി ജാറൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ കമത്തി വെക്കാറുണ്ട്. ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ വരും. ഒരു പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര ചെറുതായിരിക്കും. പക്ഷേ നമ്മുടെ വയറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മിക്സി ജാറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ ലിഡോ അതല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ലിഡോ ഒക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ അതിനുള്ളിലുള്ള ഈർപ്പം വലിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു രീതിയിൽ കമത്തി വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ ചൂടായ ദോശപ്പാലിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. എന്നാലും ആ ഒരു വെള്ളം പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മിക്സി ജാറ് കഴുകിയിട്ട് വെള്ളത്തോടു കൂടി തന്നെ ഒട്ടും ഏറ് കടക്കാത്ത രീതിയിൽ കമത്തി വെക്കരുത്. ഇതുപോലെ വേണം വെക്കാനായിട്ട്.
ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് പാത്രങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനിതാ സ്റ്റീൽ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, കരി പിടിച്ചിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉടച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ നമ്മൾ നോൺ വെജൊക്കെ കഴിച്ച പാത്രത്തിൽ ഇതുപോലെ നെയ്യ് ഉണ്ടാവും, അതല്ലെങ്കിൽ ആ ഒരു നോൺ വെജിൻ്റെ സ്മെല്ലുണ്ടാവും. അതൊക്കെയുള്ള സമയത്ത് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നോൺ വെജിൻ്റെ സ്മെല്ലില്ലാതെ നമ്മുടെ പാത്രം ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൽ തന്നെ നമ്മുടെ സിങ്ക്, ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് കുപ്പി ഗ്ലാസ്സുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീടിൻ്റെ കോർണറിൽ ഇതുപോലെ പൊട്ടിയിട്ടുള്ള സ്റ്റൂളുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ പൊട്ടിയ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കണ്ട. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കിടിലൻ ഉപയോഗം തന്നെ ഈ പൊട്ടിയ സ്റ്റൂളിനുണ്ട്. അതെന്താണെന്ന് നോക്കാം. പൊട്ടിയ സ്റ്റൂളില്ലാത്തതുകൊണ്ട് നല്ല സ്റ്റൂൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പൊട്ടിയത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൂൾ വെച്ചിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ഒരു മാക്സിയാണ്. ചെറുതായിട്ട് കീറിയാൽ പോലും പ്രശ്നമില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നല്ല വശം ഈ ഒരു സ്റ്റൂളിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ വരുന്ന ഭാഗം അതാണ് മുകളിലേക്ക് വരേണ്ടത്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ ഓരോ സൈഡും താഴോട്ടൊന്ന് ഇറക്കി കൊടുക്കുക. ഈ നെക്കും കൈയും വരുന്ന ഭാഗം മുകളിൽ വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ ബാലൻസ് വന്ന എല്ലാ പോർഷനും ഞാൻ താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ഹോൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കൈയായിട്ട് കിട്ടുക. അപ്പോൾ അതാ കണ്ടില്ലേ, രണ്ട് കൈയും വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം രണ്ട് കൈയും ഉണ്ടല്ലോ, ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നല്ല ഒതുക്കത്തിൽ തന്നെ അത് കെട്ടി കൊടുക്കുക. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പുറം തിരിച്ചിടാം. അപ്പോൾ ഇത് നമ്മൾ കെട്ടിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന മാക്സിയുടെ ആ പോർഷൻ ഉണ്ടല്ലോ മുഴുവനായിട്ട് ഈ ഒരു സ്റ്റൂളിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാക്സി ഇറക്കക്കുറവുള്ളതുകൊണ്ടാണ്. ഇനി ചെറിയ സ്റ്റൂളാണെങ്കിൽ അതല്ലെങ്കിൽ നല്ല നീളമൊക്കെ ഉള്ള ആളുകളുടെ മാക്സി ആണെങ്കിൽ ആ ഒരു സ്റ്റൂളിൻ്റെ അടിവശം കൂടി നമുക്ക് ഇതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് മാക്സിമം ആ ഒരു മാക്സിയുടെ ഇത് വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കും. ഇതുപോലെ നമ്മൾ പൊട്ടിയ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ പഴയ മാക്സിയും വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ ഒട്ടും ക്യാഷ് ചിലവില്ലാതെ തീർത്തും നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സ്റ്റൂൾ വെച്ചിട്ട് നല്ലൊരു ബാസ്ക്കറ്റായിട്ട് തന്നെ നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ റൂമിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അലക്കാനൊക്കെയുള്ള തുണികളൊക്കെ വാരി വലിച്ചിടാതെ ഇതിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഒരുപാട് തുണികൾ ഇതിനുള്ളിൽ ഒതുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തുണികൾ ഇട്ട് വെക്കാൻ മാത്രമല്ല, കുഞ്ഞു മക്കളുടെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ മാക്സിയുടെ ഭാഗം മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കവറായിട്ട് തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും. സേഫായിട്ട് വെക്കാനും പറ്റും കേട്ടോ. ഇനി കുഞ്ഞു സ്റ്റൂളൊക്കെ ആണെങ്കിൽ ചെറിയ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ കബോർഡിൽ തന്നെ നമുക്കിത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.